ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ-കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി 3000 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. 15 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 1000 കോടി രൂപയും 35 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 2000 കോടി രൂപയുമാണ് സർക്കാർ കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഓണത്തിനോടനുബന്ധിച്ച് ഒരു മാസത്തെ പെൻഷൻ തുക നാളെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ്. കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷൻ തുകയിൽ 1-2 പെൻഷൻ കൂടി ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾ ലഭ്യമാകും വിധം പെൻഷൻ വിതരണം നടത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 25 ആരംഭിച്ച മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായുള്ള സമയപരിധി നൽകിയിരുന്നത് ഓഗസ്റ്റ് 24 വരെ ആയിരുന്നു. എന്നാൽ മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കുവാനുള്ള സാഹചര്യത്തിൽ സെപ്റ്റംബർ 30 വരെ സർക്കാർ മസ്റ്ററിംഗിന്റെ അവസാന തീയതി ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും നാളെ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയായ 1600 രൂപ ലഭ്യമാകുന്നതാണ്. എന്നാൽ സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ തുക ലഭ്യമാകുന്നതല്ല. അതിനാൽ തന്നെ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.